ഇത് ജനങ്ങളുടെ ഒരു വിജയമാണ്. UP മോഡൽ കേരളത്തിൽ നടക്കുകയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ട് പൊതുജനങ്ങളുടെ സഹായത്തോടെ ഈ നാട്ടുകാരും ഇവിടുത്തെ പ്രവർത്തകരും എല്ലാവരും നേടിയെടുത്ത ഒരു വിജയമാണ്. ഇത് സർക്കാരിനുള്ള ഒരു താക്കീത് കൂടിയാണ്. ജനങ്ങളെ കേട്ടില്ലെങ്കിൽ വരും നാളുകളിൽ ഇടതുപക്ഷ സർക്കാരിന് കനത്ത തിരിച്ചടി കൊടുക്കാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതൊരു പൗരാവകാശമായിട്ടുള്ള ലംഘനമായിട്ടാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. അപ്പം ഇങ്ങനെ ആർക്കും ഒരു ഇതുണ്ടാവരുത്. ഒരു മാതാപിതാക്കൾ വയസ്സായിട്ടുള്ള അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ നടപടിയല്ല. ഇത് പറഞ്ഞ പോലെ തന്നെ ഇതൊരു താക്കീതായിരിക്കണം. ഇത് പൗരാവകാശത്തിനുള്ള ലംഘനമാണ്. അത് ഒരിക്കലും ഇന്ത്യയിൽ നടക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കാൻ പാടില്ല. അതാണ് അഭിപ്രായം. വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം എന്ന് വെച്ചാൽ ഒരാളുടെ അവകാശത്തെ നിഷേധിച്ചതെടുത്ത് ആ അവകാശ നിഷേധത്തിനെതിരെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകന്മാരുടെ സമ്പൂർണ്ണമായ പിന്തുണയോട് കൂടിയിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഈ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. ആ പ്രക്ഷോഭങ്ങൾക്കൊടുവിലായി അവസാനം ഈ വിജയം കണ്ടിരിക്കുകയാണ്. ഈ വിജയം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിക്കാനുള്ള അവകാശത്തിനോടുള്ള ഒരു വിജയമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അഭിമാനകരമായി കാണുന്നു. ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അഭിമാനമായി കാണുന്നു. നിങ്ങളുടെ ചാനലുകളെ അടക്കം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്.